നമസ്കാരം. ടൈം ഫോർ PSCയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ കുറച്ച് സിനോണിംസ് ആണ് പഠിക്കാൻ പോകുന്നത്. PSC എക്സാംസിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള സിനോണിംസ് ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ഈ 10 സിനോണിംസ്. ആദ്യം വാലർ. അതിൻ്റെ അർത്ഥം എന്താ? കറേജ്, ഫിയർലെസ്നെസ്, ബോൾഡ്നെസ് അല്ലേ? കറേജ്, ധൈര്യം. വാലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഇവിടെ വാലർ എന്നുള്ളതിൽ VAL, വാൾ എന്നുള്ളൊരു കീവേഡ് വെച്ച് കണക്ട് ചെയ്യാം. വാൾ. അപ്പോൾ വാളൊക്കെ പിടിച്ച് യുദ്ധത്തിനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്നവർ എന്തായിരിക്കും? നല്ല ധൈര്യമുള്ളവരായിരിക്കും, നല്ല കറേജ് ഉള്ളവരായിരിക്കും. അപ്പോൾ എന്താണ് വാലർ എന്ന് പറഞ്ഞാൽ? എന്താണ്? കറേജ്, ഫിയർലെസ്നെസ് അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഓർത്തിരിക്കാം. അടുത്തത് ബെല്ലിജറൻറ്റ് എന്ന് വെച്ചാൽ അഗ്രസീവ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ആക്രമണ സ്വഭാവമുള്ള എന്നാണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ മീനിങ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ബെല്ല് അല്ലേ? ഇപ്പോൾ ബെല്ലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ബാഹുബലിയിൽ ഇങ്ങനെ ബെല്ല് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് എന്താ? യുദ്ധം വരാൻ പോകുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബെല്ലിങ്ങനെ അടിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? ആ ഒരു ആക്രമണ സ്വഭാവം ഉള്ള ഒരു അതായത് ആക്രമിക്കാൻ വരുന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ? ബെല്ലിജറൻ്റ് എന്താണ്? അഗ്രസീവ്, ആക്രമണ സ്വഭാവം അല്ലെങ്കിൽ ആക്രമണം. ഇങ്ങനെയൊക്കെ നമുക്ക് ഓർത്തിരിക്കാം. ബെസ്റ്റോഡ് എന്ന് വെച്ചാൽ കൺഫേർഡ്, അവാർഡ് ടു, പ്രസൻറ്റ് ടു അല്ലേ? അതായത് അവാർഡ് കൊടുക്കുക. അപ്പോൾ ബെസ്റ്റ് ആയതിന് ബെസ്റ്റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ബെസ്റ്റ് ആയിട്ടുള്ളതിന് എന്ത് ചെയ്യും? അവാർഡ് കൊടുക്കും അല്ലേ? അവാർഡ് കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മീനിങ് ആണ് കൺഫേർഡ്. ഓക്കെ, കൺഫേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവാർഡ് ടു, പ്രസൻറ്റ് ടു, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ബെസ്റ്റോഡ് എന്താണ്? കൺഫേർഡ്. നെക്സ്റ്റ് ബിസെയർ എന്ന് പറഞ്ഞാൽ വെരി സ്ട്രേഞ്ച്, അൺയൂഷ്വൽ, സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ബിസെയർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആ സെയർ ലാസ്റ്റ് വരുന്ന ആ ഒരു സെയറിനെ നമുക്ക് റെയർന്ന് ആലോചിക്കാം. റെയർന്ന് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ റെയറായിട്ട് നടക്കുന്ന സംഭവങ്ങൾ എന്താണ്? സാധാരണഗതിയിൽ നടക്കുന്നതായിരിക്കില്ല അല്ലേ? അൺയൂഷ്വലായിട്ട് നടക്കുന്നതായിരിക്കും റെയറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം, ബിസെയർ എന്ന് പറഞ്ഞാൽ വെരി സ്ട്രേഞ്ച്, അൺയൂഷ്വൽ. നെക്സ്റ്റ് പ്ലെത്തോറ മീനിങ് അബണ്ടൻസ്, എക്സസ്, ഇങ്ങനെയൊക്കെയാണ് പ്ലെത്തോറ എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? പ്ലെത്തോറ പ്ലസ് അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ ആഡായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആഡായിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്താ? അത് ആവശ്യത്തിലും കൂടുതലായിട്ട്, അബൻഡൻ്റ് ആയിട്ട്, എക്സസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ആഡായിക്കൊണ്ടേ ഇരിക്കുകയാണ്, പ്ലസ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് അബൻഡൻ്റ് ആവും. അപ്പോൾ പ്ലെത്തോറ മീൻസ് അബൻഡൻസ്. നെക്സ്റ്റ് അബ്സ്റ്റെയിൻ, റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ മീനിങ് റിഫ്രെയിൻ ആണ്. അതായത് നമ്മൾ വർജിക്കുക, അതായത് വേണ്ടാന്ന് വെക്കുക എന്നുള്ള മീനിങ്. അപ്പോൾ അബ്സ്റ്റെയിൻ എന്താണ്? റിഫ്രെയിൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഡ്രസ്സിലൊക്കെ സ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ എന്താ? ആ ഡ്രസ്സ് നമ്മൾ വേണ്ടാന്ന് വെക്കും അല്ലേ? റിഫ്രെയിൻ ചെയ്യും, നമ്മൾ വർജിക്കും. അപ്പോൾ അബ്സ്റ്റെയിൻ, റിഫ്രെയിൻ. നെക്സ്റ്റ് എംബസിൽ മിസ്അപ്രോപ്രിയേറ്റ്. എംബസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു പസിൽ വെച്ചിട്ട് കണക്ട് ചെയ്യാം. പസിൽ എങ്ങനെയായിരിക്കും? അതിങ്ങനെ മിസ്അപ്രോപ്രിയേറ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഒറ്റ നോട്ടത്തിൽ അതിങ്ങനെ മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ട് കിടക്കുന്ന പോലെ നമുക്ക് തോന്നാം. അപ്പം നമ്മൾ അതിനെ ശരിയാക്കി വെക്കുകയാണ് ചെയ്യാം. അപ്പോൾ എംബസിൽ എന്താണ്? മിസ്അപ്രോപ്രിയേറ്റ്. നെക്സ്റ്റ് ഓഡിയസ് മീൻസ് ഹെയ്റ്റ്ഫുൾ, അൺപ്ലസൻറ്റ്. ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ളത്, അൺപ്ലസൻ്റ് ആയിട്ടുള്ളത്. അതായത് നമുക്ക് നമ്മുടെ സ്കൂൾ ലൈഫിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പണിഷ്മെൻ്റായിട്ട് നമുക്ക് തരും. ഗ്രൗണ്ടിൽ ഒരു 5 റൗണ്ട് ഓടിയിട്ട് വാ, ഇതായിരിക്കൊക്കെ പണിഷ്മെൻ്റായിട്ട് അങ്ങനെയൊക്കെ
തരാറുണ്ട്, അല്ലെങ്കിൽ മിലിറ്ററിയിലൊക്കെ പണിഷ്മെൻ്റായിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, വെറുപ്പായിട്ടുള്ള കാര്യമാണ്, അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓടുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഓഡിയസ്, ഹെയ്റ്റ്ഫുൾ, അൺപ്ലസൻറ്റ്. പഗ്നേഷ്യസ്, കോംബേറ്റീവ്, ഈഗർ ടു ക്വാറൽ. അതും അതായത് അക്രമാസക്തമായി നിൽക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് പഗ്നേഷ്യസ് എന്ന് വരുന്നത്. കോംബേറ്റീവ്, ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന പോലെ. ഓക്കെ, പഗ്നേഷ്യസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. പഗ് അല്ലെങ്കിൽ പെഗ് എന്ന് ആലോചിക്കാം. അപ്പോൾ ഒരു പെഗ് ഡ്രിങ്ക് അടിച്ചാലൊക്കെ വെള്ളം അടിക്കുമ്പോഴൊക്കെ എന്താ, വെള്ളം അടിക്കുമ്പോൾ എപ്പോഴും ഒരു അക്രമം നടത്താനുള്ള ഒരു മൈൻഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണ് പഗ്നേഷ്യസ്, കോംബേറ്റീവ്, ഈഗർ ടു ക്വാറൽ, വഴക്കിടാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. നെക്സ്റ്റ് കൺസമ്മേറ്റ്. കൺസമ്മേറ്റ് മീൻസ് പെർഫെക്റ്റ്, മേക്ക് കംപ്ലീറ്റ് എന്ന് രണ്ട് മീനിങ് ആയിട്ട് വരും. കൺസമ്മേറ്റ് ഇത് നമുക്ക് ഓർത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ അസൈൻമെൻറ്റ്, പ്രോജക്റ്റ്, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കും, അല്ലെങ്കിൽ അതിനെ ഒന്ന് സമ്മപ്പ് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ സമ്മപ്പ് ചെയ്യുമ്പോഴാണ് അതെപ്പോഴും എന്താവുള്ളൂ, അതൊരു പെർഫെക്റ്റ് ആവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അത് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് ഒന്ന് സമ്മപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളിന്ന് 10 സിനോണിംസ് ആണ് പഠിച്ചത്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്